മഞ്ഞെടുത്തു. എന്നിട്ട് അവളുമാരെല്ലാം മഞ്ഞയിട്ട് ഞങ്ങള് അത് കിട്ടണ്ടേ റെസ്റ്റഡ്. എന്നെ വീഡിയോ കണ്ടിട്ടേ മച്ചാൻ വിളിക്കുകയാണ്, നന്ദു ഡ്രസ്സൊക്കെ എടുത്താ? ഇല്ല മച്ചാനെ, ഞങ്ങൾ കടയിൽ നിൽക്കണേ ഉള്ളൂ കേട്ടോ. കാര്യം പരിപാടിക്ക് 1 മണിക്കൂർ മുമ്പ് മച്ചാൻ വിളിക്കുകയാണ്. അപ്പോഴും നമ്മൾ തുണി എടുത്തോണ്ടിരിക്കുന്നത്. വിളിച്ചെന്ന് പറഞ്ഞില്ല, അപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ശരിക്കും എൻ്റെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഓറഞ്ച് കൊണ്ടുവരാൻ എനിക്ക് പറ്റുള്ളൂ. ഞാൻ അങ്ങനെ 1 കിലോ ഓറഞ്ച് വാങ്ങിച്ചോണ്ടെന്ന് ഞാൻ ഇങ്ങനെ കവർ ഓറഞ്ച് പിടിച്ചോണ്ട് എന്റെ മൈൻഡിൽ അങ്ങനത്തെ ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് എനിക്ക് ഓറഞ്ച് കിട്ടില്ല, എനിക്ക് മറ്റേ കഴിക്കുന്ന ഓറഞ്ച് വാങ്ങിച്ചോണ്ട് കൈ സ്റ്റാൻഡേർഡ് കളർ ആക്കണം മഞ്ഞ. പക്ഷെ മറ്റേ ഡ്രസ് അടിപൊളിയായിരുന്നു, ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസം ഉണ്ടായിരുന്നു. അതിന്റെ നാക്ക് എന്ത് വെളി കിടന്ന്, ഇവിടെ ഒരു നാക്ക് വെളി കിടന്ന് അവരവിടെ തച്ചു കൊണ്ടുവന്നല്ലേ, ബാക്കി തയ്ക്കാൻ പറ്റില്ല. കഴുത്തിന്റെ അളവെടുത്തത് ശരിയല്ലെന്ന് തോന്നി. ഇവിടെ കൊണ്ട് ഇങ്ങനെ വെക്കുന്ന സാധനമായിരുന്നേ. അപ്പോഴത്തേക്ക് ഇത് ഇട്ടപ്പോ ഇറവി അങ്ങനെ ഞാൻ ഊരിയിട്ടതായിരുന്നു. ഇങ്ങനെ കിടന്നു. അവന് അത് മാത്രമേ കുറവായിട്ട് തോന്നിയുള്ളൂ, ബാക്കിയൊന്നും. ഈ കളർ സെലക്ട് ചെയ്തപ്പോ പിള്ളേർക്ക് ഭീകര അഭിപ്രായം. അവരെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്യട്ടാ. അതെ, ഇടല ചരക്കെന്നാണ് പറഞ്ഞത് ചേട്ടാ. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ. മച്ചാനെ വേറെ വഴിക്ക് അത് വർഷയ്ക്ക് കൊടുത്തിട്ടാണ് വന്നത്. അല്ല, അത് മൊത്തം ഇപ്പൊ മറ്റേ മഞ്ഞയായി. ഇനി അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭാഗ്യം. ഇവന്റെ ഈ ഡ്രസ്സിങ് കോൺസെപ്റ്റ് ഒക്കെ മാറുന്നത് ശരണ്യൊക്കെ കൊണ്ടുപോയി കുറെ സെലക്ട് ഒക്കെ ചെയ്തു. നല്ല ഡ്രസ്സുകളാണ്, നല്ല. ഞാൻ വിചാരിച്ചു ശരണ്യക്ക് പോലും മനസ്സിലാവുന്നില്ലല്ലോ ഈ ഒരു കൂടെ നടന്നിട്ട് ഇങ്ങനെ. എന്നിട്ട് ശരണ്യ ഈ ഡ്രസ്സ് വന്നിട്ട് തിരിഞ്ഞു നിന്ന് ചിരിക്കായിരുന്നു ഇട്ട് വന്നിട്ട്. അപ്പൊ ശരണ്യയുടെ ഹസ്ബൻഡ് അവിടെ ആടിപൊളി. അപ്പൊ ശരണ്യയുടെ സൂപ്പർ. അവരെ ഒന്ന് മുഖം ശ്രദ്ധിച്ചില്ലല്ലോ, വ്ളോഗിൽ കാണിക്കണായിരുന്നു സൂപ്പർ സാധനമായിരിക്കും വരുന്നത്. പക്ഷെ അവരുടെ മുഖം ഒന്നും കാണിക്കാതാണ് നീ വ്ളോഗ് എടുത്തത്. അയ്യോ അച്ഛന് ഓട്ടപ്പാച്ചിലായിരുന്നു. നമുക്ക് ഒരു ദിവസം ഈവനിങ് കൊണ്ട് അവളത് സെറ്റാക്കി അടിപൊളിയാക്കി പിന്നെ മഴവിൽ കൊടുത്ത് അത് റാണി പിങ്ക്. മച്ചാനെ റാണി പിങ്കിൽ ഒരു ജുബ്ബ എടുത്ത് വെച്ചാൽ കാണിച്ചെന്താണ്.